unboxing sin. ആമേൻ. പാപത്തെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സീരീസിൽ കൂടിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We did the first part. ആമേൻ. അതിന്റെ ഒന്നാമത്തെ ഭാഗം നാം ചിന്തിക്കുവാനിടയായി. Unboxing sin. ആമേൻ. പാപത്തെ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക. Very simple definition. What is sin? എന്താണ് പാപം? Come on. Missing the mark. ലക്ഷ്യം തെറ്റുന്നതാണ് പാപം. Whenever you miss the mark, there is a word called hamartia. That means sin. ആമേൻ. ലക്ഷ്യം എപ്പോഴൊക്കെ തെറ്റുന്നോ അപ്പോൾ ഒരു പദമുണ്ട്, ഹമാർട്ടിയ, അതാണ് പാപം. Church, I want your undivided attention. നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഞാൻ ആഗ്രഹിക്കുന്നു. I'm not a perfect person here. ഞാൻ നിൽക്കുമ്പോൾ ഇവിടെ ഒരു പൂർണ്ണനായ ഒരു വ്യക്തിയല്ല. Neither my family is perfect. എൻ്റെ കുടുംബവും അപ്രകാരമല്ല. Neither my council is perfect. എൻ്റെ കൗൺസിലും അപ്രകാരമല്ല. Neither my department heads are perfect. എൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും പെർഫെക്റ്റ് അല്ല. We all are imperfect people. നമുക്ക് ഓരോരുത്തർക്കും കുറവുകളുണ്ട്. But we serve a perfect Lord. ആമേൻ. നാം പൂർണ്ണതയുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. I know I'm going to deal with a subject that normally is not taught. ആമേൻ. സാധാരണ സംസാരിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. And churches don't want to speak about. ആമേൻ. സഭകൾ ഇത് സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നില്ല. I will tell you this. ഇപ്രകാരം ഞാൻ പറയട്ടെ. The sign of end time. അന്ത്യകാലങ്ങളിലെ ലക്ഷണങ്ങൾ. You know, signs, if you want to see if this is an end time or not. ആമേൻ. ഇത് അന്ത്യകാലമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ Look to the various church live performance. ആമേൻ. മറ്റ് സഭകളുടെ അവരുടെ ലൈവിലുള്ള പെർഫോമൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. You will find clowns entertaining the goats. ആമേൻ. കോമാളികൾ വന്ന് ഇതാ ആടുകളെ വഴിതെറ്റിക്കുന്നത് കാണാം. Goats. We need shepherds feeding the sheep. ആമേൻ. ഇടയന്മാരെ ആടുകളെ നയിക്കുന്നതാണ് നമുക്ക് ആവശ്യം. We don't want church to be run by clowns. ആമേൻ. കോമാളികളല്ല സഭയെ നയിക്കേണ്ടത്. We need shepherds who will feed the sheep. ആമേൻ. ആടിനെ നയിക്കുവാൻ യഥാർത്ഥമായ ഇടയന്മാരെയാണ് ആവശ്യമുള്ളത്. All churches are not going to make it. ആമേൻ. എല്ലാ സഭകളും അങ്ങെത്തുകയില്ല. We have to go with Bible churches. വചനം എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മുമ്പോട്ട് പോകാം. So be very careful of what we do. നാം എന്ത് ചെയ്യുന്നോ അത് വളരെ ശ്രദ്ധയോടെ നമുക്ക് ചെയ്യാം. Especially the subjects that we are taking, like Tommy took now, I'm taking now. This is going to hold us back. ആമേൻ. ഇത് നമ്മളോട് തന്നെ തിരിച്ച് വിരളിച്ചുണ്ടാവുന്ന വിഷയങ്ങളാണ് നാം സംസാരിക്കുന്നത്. You know, there are so many people who spoke so loud about this. ആമേൻ. ഇതിനെക്കുറിച്ച് ഉച്ചത്തിൽ പറഞ്ഞ അനേകരുണ്ട്. And a time comes when the same verse it will be on what is reels sometime, and then we have seen this, you know, falling away of so many people. ആമേൻ. അവർ പറഞ്ഞ അതേ വാക്കുകൾ എടുത്തുകൊണ്ട് റീലുകളൊക്കെ ഉണ്ടാക്കി അവരുടെ തന്നെ വീഴ്ച കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. We have seen so-called so powerful Pentecostal pastors. ആമേൻ. ഒരുപാട് ശക്തനായ പെന്തക്കോസ്ത് ദൈവദാസന്മാരെ നാം കാണുന്നു. Now we see them as jokers on Facebook. ആമേൻ. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവരെ എല്ലാം ഒരു കോമാളികളായിട്ടാണ് നാം ഫേസ്ബുക്കിലൊക്കെ So കാണുന്നത്. church, let us be very serious. അതുകൊണ്ട് നാം വളരെ ഗൗരവമായി ഇതിലൊന്ന് നോക്കാം. Anyhow, we serve a living God. നാം ജീവനുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. Sin is the most important subject and the most spoken subject in Bible. ആമേൻ. ദൈവവചനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും അധികവും സംസാരിച്ചിരിക്കുന്ന വാക്കാണ് പാപം. God hates sin. ആമേൻ. ദൈവം പാപത്തെ വെറുക്കുന്നു. Right? ആമേൻ. Jesus Christ came to save us from sin. നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. Holy Spirit is given to us so that we will be convicted when we commit sin. നാം പാപം ചെയ്യുമ്പോൾ പാപബോധം ഉണ്ടാകുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നൽകി തന്നിരിക്കുന്നത്. So the complete Bible talks about this. അതുകൊണ്ട് ഈ ദൈവവചനം പൂർണ്ണമായി ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. Unfortunately, in America, churches don't talk about this. ആമേൻ. ഇപ്പോൾ അമേരിക്കയിൽ അനേക സഭകൾ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. Talking about sin is losing membership. ആമേൻ. പാപത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് കുറയുവാനിടയാകും. Absolutely, you will lose members. തീർച്ചയായിട്ടും. If you talk about what we have come towards is we are looking for entertainers. നാം പലപ്പോഴും നമ്മളെ സുഖപ്പെടുത്തുന്ന എന്റർടൈനേഴ്സിനെയാണ് നോക്കുന്നത്. 30 minutes of sermon, 5 minutes of inspiration, and then 20 minutes of pep talks. ആമേൻ. 30 മിനിറ്റ് സന്ദേശം പറയുമ്പോൾ അതിൽ 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ വചനം, ബാക്കിയെല്ലാം വെറുതെ എന്തോ സംസാരിക്കുകയാണ്. Even that is not vajanam, it is more about motivation. ആമേൻ. അതിനെ വചനമൊന്നും പറയാൻ കഴിയുകയില്ല, വെറും മോട്ടിവേഷൻ മാത്രം. But church,
God loves us. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. God wants us to know the word. ദൈവം നമ്മൾ വചനം അറിയുവാൻ വേണ്ടി God ആഗ്രഹിക്കുന്നു. wants us to be very serious about it. ആമേൻ. ഇതിൽ വളരെ ഗൗരവം കാണിക്കുവാനും ദൈവം We are ആഗ്രഹിക്കുന്നു. dealing 5 questions. 5 ചോദ്യങ്ങളാണ് നാം നോക്കുന്നത്. Question number 1 we dealt last week. ആമേൻ. കഴിഞ്ഞ ആഴ്ച നാം ഒന്നാമത്തെ ചോദ്യം നാം What നോക്കുകയാണ്. sin does to a believer? ഒരു ദൈവ പൈതലിന് പാപം എന്താണ് ചെയ്യുന്നത്? Second question is, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. which sin are eternally deadly? നിത്യമായ മരണം ചെയ്യുന്ന ഏത് We പാപങ്ങളാണ്? started a little bit, but today we are going to deal this. അല്പമായി നാം ആരംഭിച്ചെങ്കിലും ഇന്ന് വിശദീകരിച്ച് നമുക്ക് നോക്കാം. Then there are 3 other questions which we will be dealing in the days to come. ആമേൻ. വരും ദിവസങ്ങളിൽ മറ്റു 3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. Let's deal the second question today. രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. Which sins are eternally deadly? നിത്യമായ മരണം നൽകി തരുന്ന പാപങ്ങൾ Do എന്തൊക്കെയാണ്? you know there are 2 kinds of sins? 2 തരത്തിലുള്ള പാപങ്ങളുണ്ട്. One sin that will put you to death, eternal death, and that is towards hell. ഒരു തരത്തിലുള്ള പാപം അത് നമ്മളെ നിത്യ മരണത്തിലേക്ക് നയിക്കുന്നു, നരകത്തിലേക്ക് നയിക്കുന്നു. Second thing, രണ്ടാമത്തത്, it might not lead you to that eternal hell, ആമേൻ, ആ നിത്യമായ നരകത്തിലേക്ക് നയിക്കുകയില്ല. but it will always bring consequences. പക്ഷേ അതിനൊക്കെ ഒരു പരിമിത ഫലം There കൊണ്ടുവരാൻ is not a single sin that we do and does not have consequence. ആമേൻ. പരിമിത ഫലമില്ലാത്ത ഒരു പാപം പോലുമില്ല. Not a single sin. ഒരു പാപം പോലുമില്ല. You take whatever it is. ആമേൻ. ഏത് പാപം വേണമെങ്കിലും എടുത്തോ, There is a consequence. അതിന് ഒരു പരിണിത ഫലമുണ്ട്. Bible talks about that. വചനം അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. So, what in the first point what we dealt is sin breaks fellowship with God. ഒന്നാമതായി നാം ചിന്തിക്കുവാനിടയായി പാപം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയെ നഷ്ടപ്പെടുത്തുന്നു. For a believer, ഒരു ദൈവ പൈതലിന് God is our Father. ദൈവമാണ് നമ്മുടെ പിതാവ്. Sin will create a gap between God and us. പാപം വരുമ്പോൾ ദൈവവും നാമുമായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുവാനിടയാകും. But relationship is not breaking at this പക്ഷേ point. അവിടെ ആ ബന്ധം നശിച്ചു പോകുന്നില്ല. In the initial stage. ആമേൻ. ഇനീഷ്യൽ ആദ്യം But as I തുടക്കത്തിൽ continue to sin, ഞാൻ പാപത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ then my relationship is completely broken. ആമേൻ, അവിടെ ഈ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുവാനിടയാകും. And that was what we dealt last week. അതാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. Today, ഇന്ന് let's talk sin seriously. ആമേൻ, ഇന്ന് അല്പം കൂടി ഗൗരവത്തിൽ നമുക്ക് ഈ പാപത്തെക്കുറിച്ച് ചിന്തിക്കാം. And that is the second thing. Some sins will lead to death and some to discipline. ആമേൻ. ചില പാപങ്ങൾ നമ്മളെ മരണത്തിലേക്ക് നയിക്കുവാനിടയാകും, ചിലത് നമ്മളെ ശിക്ഷണത്തിലും Help me നയിക്കുവാനിടയാകും. with Malayalam reading also. And 1 John chapter 5 verse 16 and 17. ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. See, let's read first in English. If you all can read with me, if you can see this on the screen. If anyone sees his brother committing a sin not leading to death, that means somebody can sin, but that sin is not leading to death. When you see that, what he shall ask, and God will give him. That means if somebody is doing a kind of sin which is not leading him to hell, he can pray and God will forgive him. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്. Let's read in Malayalam and then we'll go with that. Yeah. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. Madi, one minute. So that means if I am seeing one of our brother or sister is committing sin, നമ്മുടെ ഒരു സഹോദരനോ സഹോദരിയോ പാപം ചെയ്യുന്നത് ഞാൻ കണ്ടാൽ, and I should know that this sin is not leading to death, that eternal hell, അത് നിത്യമായ മരണത്തിൽ അല്ലെങ്കിൽ നരകത്തിലേക്ക് നയിക്കുന്ന പാപമല്ല എന്ന് എനിക്ക് മനസ്സിലാകണം. I should pray for him. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. I should pray for him. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And this person, God will forgive and this person will come back. ദൈവം ആ വ്യക്തിയോട് ക്ഷമിച്ച് ആ വ്യക്തി മടങ്ങി വരുവാനിടയാകും. Okay, the next line in English. There is sin. Come on, let's read. There is Sin. sin that leads to death. I do not say that one should pray for that. There is some kind of sin that is truly taking him to death. യഥാർത്ഥമായ ആ വ്യക്തിയെ മരണത്തിലേക്ക് നയിക്കുന്ന പാപങ്ങളുണ്ട്. Paul is saying, പ്രാർത്ഥിച്ചിട്ട് വലിയ Paul says that there is no use of praying then for that person. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. Next is, let's read the next. All wrongdoing. Come on, everybody, let's all read this. All
wrongdoing is sin, but there is sin that does not lead to death. So we are going to differentiate sin in two categories. പാപത്തെ രണ്ടായിട്ട് തരംതിരിച്ച് നമുക്ക് നോക്കാം. Sin that will lead to, when I say eternal death, that means hell. ആമേൻ. നിത്യമരണം എന്ന് പറയുമ്പോൾ നരകം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. What are the sin that leads to eternal hell? ആമേൻ. ഏതൊക്കെ പാപങ്ങളാണ് നമ്മളെ നിത്യമരണത്തിലേക്ക് നയിക്കുന്നത്? Let's take one by one. ഓരോന്നോരോന്നെ നമുക്ക് നോക്കാം. Sin leading to eternal death. Number one, ഒന്നാമതായി unrepentant and willful rebellion. ആമേൻ. മാനസാന്തരമില്ലാതെ യഥാർത്ഥമായി അതിനെ വിരോധമായി നിൽക്കുമ്പോൾ. No, we all commit sin. നാം എല്ലാവരും പാപം ചെയ്യും. We all may fall. നാം എല്ലാവരും വീഴാൻ But സാധ്യതയുണ്ട്. when we don't repent, നമുക്ക് നോക്കാം. sin leading to eternal death. എതിർത്തു നിൽക്കുകയാണ്. Refuses, these people will refuse correction. ആമേൻ. അവർക്ക് തിരുത്തൽ ആഗ്രഹമില്ല. They don't like correction. അവർക്ക് അത് ആഗ്രഹമില്ല, ഇഷ്ടമില്ല. They don't want to turn back to truth. ആമേൻ. സത്യത്തിലേക്ക് തിരിഞ്ഞു പോകുവാൻ അവർക്ക് ആഗ്രഹമില്ല. Number two, രണ്ടാമതായി second sin that will lead you to eternal death. നിത്യമരണത്തിലേക്ക് നയിക്കുന്ന രണ്ടാമത്തെ പാപം Blasphemy against Holy Spirit. പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയുന്നു, വിരുദ്ധമായി പറയുന്നത്. Matthew 12, 31, 32. Let's all read it together. ചേർന്ന് നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. As high as possible, because this is important. വളരെ ഗൗരവമുള്ളതാണ്, അതുകൊണ്ട് ഉച്ചത്തിൽ നമുക്ക് ഈ വാക്യം വായിക്കാം. Every sin and blasphemy will be forgiven men, but the blasphemy against the Spirit will not be forgiven. What do you mean by blasphemy? എന്താണ് ഈ ബ്ലാസ്ഫമി എന്ന് പറയുന്നത്? Last year I preached a message on this. ആമേൻ. കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ച് ഞാൻ It's സംസാരിച്ചു. still on YouTube, but I will just let you say. ആമേൻ. ഇത് ഇപ്പോഴും യൂട്യൂബിലുണ്ട്, പക്ഷേ വീണ്ടും ഞാൻ എടുത്തു പറയാം. Rejecting the voice of Holy Spirit is blasphemy against Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വിരുദ്ധമായി അത് കേൾക്കാതിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനോട് ദൂഷണം ചെയ്യുന്നത്. You hearing me? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Second, രണ്ടാമതായി, when I say my feeling and I say my feeling as Holy Spirit is talking, that is blasphemy. ആമേൻ. എന്റെ തോന്നലുകളെ അത് പരിശുദ്ധാത്മാവാ പറയുന്നത് പറയുമ്പോൾ അതും പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നതാണ്. Remember, churches have turned into emotionalisms. ആമേൻ. സഭകളെല്ലാം വൈകാരികമായി മാറുവാനിടയായി. Very emotional. വളരെ വൈകാരികമായി മാറി. When we become so emotional, നാം ഒരുപാട് വികാരത്തിലാകുമ്പോൾ, when I feel like crying, ആമേൻ, എനിക്ക് കരയാൻ തോന്നുമ്പോൾ, I feel like angry, എനിക്ക് ദേഷ്യം വരുമ്പോൾ, all my feelings, എന്റെ സകല വികാരങ്ങളും I will convert that Holy Spirit is talking to me. അത് പരിശുദ്ധാത്മാവാ സംസാരിക്കുന്നത് ഞാൻ പറയാനിടയാകും. No. ഒരിക്കലുമല്ല. Your emotions are very independent. It is not Holy Spirit. ആമേൻ. നിങ്ങളുടെ വികാരങ്ങളൊക്കെ അത് നിങ്ങളുടെ വ്യക്തിത്വമാണ്, അത് പരിശുദ്ധാത്മാവിൽ How നിന്നല്ല. many times we just come on stage and I feel like Holy Spirit. You feel when Holy Spirit talks, you don't have to feel. Amen. He will talk directly. This is sin and this is good. ആമേൻ. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ തോന്നലുകളല്ല, യഥാർത്ഥമായി സംസാരിക്കാനിടയാകും. Okay? So please do not confuse your emotionals with Holy Spirit. ആമേൻ. നിങ്ങളുടെ വികാരങ്ങളെ അത് പരിശുദ്ധാത്മാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. When you do that, അപ്രകാരം you ചെയ്യുമ്പോൾ are blaspheming Holy Spirit. പരിശുദ്ധാത്മാവിന് വിരോധമായി I will സംസാരിക്കുകയാണ്. tell you an example. ആമേൻ. ഞാൻ ഉദാഹരണം പറയാം. I didn't talk to Danny, ഞാൻ സംസാരിച്ചില്ല. and Pastor Danny didn't talk to me. ആമേൻ. തിരിച്ചും എന്നോട് സംസാരിച്ചില്ല. I'm coming to the stage. ഞാൻ ഈ സ്റ്റേജിലേക്ക് And I'm വരികയാണ്. saying, I feel like, Pastor Danny is saying this and that, which he didn't say. And I'm saying, Pastor Danny said this. I feel like Pastor Danny want to talk this. I am doing a blasphemy. ആമേൻ. പാസ്റ്റർ ഡാനി എന്നോട് സംസാരിക്കാതെ പറയാതെ ഞാൻ ഇവിടെ വന്നതെന്ന് പറയുകയാണ്, ഇതാണ് പാസ്റ്റർ ഡാനി പറയുന്നത് തോന്നുന്നത്, ഇതാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡാനി പാസ്റ്ററോട് കാണിക്കുന്ന വിരുദ്ധമാണ്. This is exactly, Holy Spirit is not talking. I am feeling something and I'm saying Holy Spirit is talking. And that is a blasphemy. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാതെ ഞാനും തിരിച്ച് പരിശുദ്ധാത്മാവോട് സംസാരിക്കാതെ പരിശുദ്ധാത്മാവ് ആണെന്ന് പറയുന്നത് അതിനെതിരെ ദൂഷണം പറയുകയാണ്. മലയാളത്തിൽ പെട്ടെന്ന് വായിച്ചു തന്നാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. Thank you. You know this and you understood this. Number 3. മൂന്നാമത്തത്, Sin that will lead you to eternal death. ആമേൻ. നിത്യ മരണത്തിലേക്ക് നയിക്കുന്ന മൂന്നാമത്തെ പാപം Apostasy. വിശ്വാസത്യാഗം. Apostasy. Falling away from faith. ആമേൻ. വിശ്വാസത്തിൽ നിന്ന് വീണു പോകുകയാണ്. The day you reject Jesus Christ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ റിജക്റ്റ് you ചെയ്യുമ്പോൾ, reject the grace of Christ, കർത്താവിന്റെ ആ കൃപയെ നിങ്ങൾ വിട്ടുകളയുമ്പോൾ everything is gone.
പിന്നെ സകലം നഷ്ടപ്പെട്ടിരിക്കുന്നു. What holds you here in the relationship ആമേൻ. ഈ ബന്ധത്തിൽ നിങ്ങളെ മുറുകെ പിടിച്ചു between നിർത്തുന്നത് Father and us, the relationship that holds, ആമേൻ, പിതാവും നമ്മളുമായിട്ടുള്ള ബന്ധത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് that is Jesus Christ. അത് കർത്താവായ യേശു If ക്രിസ്തുവാണ്. Jesus Christ would not have died, ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി if മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, Jesus would not have gone to Calvary, കാൽവറിയിൽ ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി we പോയിട്ടില്ലായിരുന്നെങ്കിൽ, will never have relationship with Father God. പിതാവായ ദൈവവുമായിട്ട് നമുക്ക് ഒരു ബന്ധവും സ്ഥാപിക്കുവാൻ So കഴിയുകയില്ലായിരുന്നു. thanks be unto the Lord അതുകൊണ്ട് ആ ദൈവത്തിന് മഹത്വം who കൊടുക്കാം. died on the cross, ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി and because of മരിച്ചതുകൊണ്ട് his death ആ മരണമുഖാന്തരം we have no penalty. നമുക്കിനി പാപത്തിന്റെ ആ ശിക്ഷാവധിയില്ല. I told you three things. You remember three things? ആമേൻ. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Last week, കഴിഞ്ഞ ആഴ്ച first, penalty of sin. പാപത്തിന്റെ ശിക്ഷ. Number 2, രണ്ടാമത് presence of sin. പാപത്തിന്റെ സാന്നിധ്യം. Number 3, മൂന്നാമത് power of sin. പാപത്തിന്റെ ശക്തി. Okay? Number 1, ഒന്നാമത് penalty. ശിക്ഷ. And penalty, Jesus Christ took that penalty, and now we are free from the penalty of sin. പാപത്തിന്റെ ശിക്ഷാവധിയെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് ഇനി നമുക്ക് ആ How many of ശിക്ഷാവധി. you are free from the penalty of sin? ഇന്ന് പകൽക്കാലം എത്ര പേര് പാപത്തിന്റെ ആ ശിക്ഷാവധിയിൽ നിന്ന് Everybody who accepted സ്വാതന്ത്ര്യമാണ്? Jesus Christ. ആമേൻ. നമ്മൾ ഓരോരുത്തരും കർത്താവിനെ സ്വീകരിച്ചു. There is no more penalty. ഇനി ആ ശിക്ഷാവധിയില്ല. Can we just lift our hands and praise God? കരങ്ങളെ ഉയർത്തി ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ No കഴിയുമോ? penalty, no penalty, no ഇനി penalty. ആ ശിക്ഷാവധിയില്ല. Come on, everybody, let's be joyful in the presence of the Lord. സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. See, രക്ഷയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? Amen. What is the joy of salvation? രക്ഷയുടെ സന്തോഷം എന്തുവാ? What is the joy of ഇനി എനിക്ക് salvation? മരണമില്ലെന്നേ. Amen. I don't have death ഞാൻ anymore. രക്ഷിക്കപ്പെട്ടവനാ. I am saved. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. Amen. The penalty of sin is death, and I am forever saved. Praise God. Number 2, Amen. there Second. is power of sin. Amen. പാപത്തിന്റെ ശക്തിയുണ്ട്. Every time when I live on this earth, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം I have a constant fight with the power of sin. ഈ പാപത്തിന്റെ ശക്തിയുമായിട്ട് നിരന്തരമായ ഒരു പോരാട്ടമുണ്ട്. Constant sin. Amen. നിരന്തരമാണ്. It is in my dreams also, അതിന്റെ സ്വപ്നത്തിലും, when I sleep also, ഞാൻ ഉറങ്ങുമ്പോഴും, when I am awake, ഞാൻ ഉണരുമ്പോഴും, even in church, സഭയ്ക്കകത്തും, at job, എന്റെ ജോലി സ്ഥലത്തും. my constant. യുദ്ധം. But thanks be unto the Lord, പക്ഷെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. I am not left alone. ഞാൻ ഒറ്റയ്ക്ക് ഏകനല്ല ഈ In order യുദ്ധത്തിൽ. to fight against the power of sin, ഈ പാപത്തിന്റെ ശക്തിയുമായി I പോരാടണമെങ്കിൽ have the power of Holy Spirit. എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി. Come on, everybody, church here, I want to let you know, സഭയോട് ഞാൻ വിളിച്ചു you have പറയട്ടെ, the power of Holy Spirit. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ You ശക്തിയുണ്ട്. can fight against any wiles of devil. ആമേൻ. ശത്രു കൊണ്ടുവന്ന സകല യുദ്ധവും നിങ്ങൾക്ക് നേരിടാം. Power of Holy Spirit is not just to speak in tongues. ആമേൻ. അന്യഭാഷയിൽ സംസാരിക്കുവാൻ വേണ്ടി മാത്രമല്ല Power of Holy പരിശുദ്ധാത്മാവ്. Spirit is not just to prophesy. പ്രവചിക്കുവാൻ വേണ്ടി മാത്രമല്ല Power of പരിശുദ്ധാത്മാവിന്റെ Holy ശക്തി. Spirit is not just for healing ministry. അത് സൗഖ്യമാക്കുവാൻ വേണ്ടി മാത്രമല്ല. Power of Holy Spirit is not just to have some dreams. ആമേൻ. ചില സ്വപ്നങ്ങൾ കാണുവാൻ വേണ്ടി മാത്രമല്ല. The most important power of Holy Spirit, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും to വലിയ ശക്തി. fight against every power of devil. ആമേൻ. ശത്രു കൊണ്ടുവരുന്ന സകല അന്യായ പോരാട്ടത്തിനും എന്തുവാ കർത്താവ് പറഞ്ഞത്? What did Jesus say? I will send my spirit to you. ഞാൻ എൻ്റെ ആത്മാവിനെ He will അയക്കാം. convict the world about the sin, ആമേൻ. ഈ ലോകത്തെ പാപത്തെക്കുറിച്ചുള്ള about the ബോധ്യമുണ്ടാക്കും. judgment. ആമേൻ. He ന്യായവിധിയെക്കുറിച്ച്. will prepare you to walk in truth. ആമേൻ. സത്യത്തിൽ നടക്കുവാൻ വേണ്ടി നിങ്ങളെ So ഒരുക്കും. everybody who has Holy Spirit, ആമേൻ. പരിശുദ്ധാത്മാവുള്ള സകലരും. can I see some hands here? ആമേൻ. ആ കരങ്ങളൊന്ന് I'm ഉയരാമോ? not asking who speak in tongues. ആമേൻ. ആര് പരിശുദ്ധാത്മാവിൽ No, സംസാരിക്കുന്നില്ല. I'm not asking who is speaking in tongues. ആമേൻ. പരിശുദ്ധാത്മാവിൽ ആര് സംസാരിക്കുന്നു എന്നല്ല. അന്യഭാഷകളിൽ സംസാരിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത്. ആമേൻ. I'm not asking who speaks in tongues. Okay, അന്യഭാഷകൾ സംസാരിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത്. ആമേൻ. I'm not asking who speaks in tongues. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന ദൈവമക്കളെ, Amen. Those who are speaking in നിങ്ങളുടെ the അകത്ത് filling of the Holy Spirit. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാമോ? Amen. Do you know the greatest proof that you have the Holy പാപത്തെ Spirit? കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് മാറും. Amen. When you see the sin, you will change പാപത്തെ your stand. കാണുമ്പോൾ സ്റ്റാൻഡ് മാറുന്നതാ പരിശുദ്ധാത്മാവ്. Amen. Holy Spirit is when you see sin, you will flee from പാപം there. പെരുകുന്നിടത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. Where sin increases, you cannot stand നോന്ന് there. പറയേണ്ടടുത്ത് നോന്ന് പറയുവാൻ ആത്മധൈര്യം നൽകി തരുന്നതാ പരിശുദ്ധാത്മാവ്. Amen. The Holy Spirit gives you boldness to say no to sin. എല്ലാം താലോലിക്കുന്നതല്ല പരിശുദ്ധാത്മാവ്. Amen. Holy Spirit doesn't pamper everything. എല്ലാം താലോലിക്കത്തില്ല. Amen. Holy Spirit doesn't pamper പരിശുദ്ധാത്മാവ് ഒരു everything. സ്റ്റാൻഡ് ഉണ്ട്. Amen. There is a അവൻ stand for the Holy Spirit. പരിശുദ്ധ He ആത്മാവാകയാ. is the Holy അവൻ Spirit. പരിശുദ്ധ He ആത്മാവാകയാ. is Holy Spirit. ഈവിൾ ആയിട്ട് ഒരു കാര്യത്തെ അവൻ He will താലോലിക്കത്തില്ല. never pamper anything that is evil. And turned. Amen. Let's come to let's unbox
one important verse in the Bible. ആമേൻ. ദൈവവചനത്തിലുള്ള ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Are you ready? തയ്യാറാണോ? Are you ready? തയ്യാറാണോ? We didn't hear from a long time this one. ആമേൻ. ഇത് And നമ്മൾ most of them don't know that there's a verse like this in Bible. ഇങ്ങനൊരു വചനം ബൈബിളിൽ ഉണ്ടെന്ന് പോലും ചിലർ മറന്നുപോയിരിക്കുന്നു. Let's read. ചേർന്ന് നമുക്ക് വായിക്കാം. Galatians chapter 5 verse 19. ഗലാത്യരുടെ I ലേഖനം want 5-ാം അധ്യായം. everybody to just read this. ഒരുമിച്ച് നമുക്ക് ചേർന്ന് വായിക്കാം. Let's read. When you can balcony. Where are you? ബാൽക്കണിയിലുള്ളവരും Can you see this? നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ? Can I hear a voice from balcony? Can you see this? ബാൽക്കണിയിലുള്ളവരൊന്ന് ഉച്ചത്തിൽ പറയാമോ? Can you see this? നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടോ? Can we read it all together now? നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് വായിക്കാൻ കഴിയുമോ? When you follow the desires of your sinful nature, the results are very clear. Sexual immorality, impurity, lustful pleasures, idolatry, sorcery, hostility, quarreling, jealousy, outbursts of anger, self-ambition, dissension, division, envy, drunkenness. What's that? Wild parties and other sins like this. Let's continue to read. Let me tell you again, as I have before, that anyone living that sort, what sort? The above sort of life will not inherit the kingdom of God. ആമേൻ. Do you think this God will change his word? ആമേൻ. ഈ ദൈവം തന്റെ വാക്ക് മാറ്റുമെന്ന് തോന്നുന്നുണ്ടോ? Hold your Bible, please. ആമേൻ. ഈ വചനം ഒന്ന് മുറുകെ പിടിക്കാമോ? Okay, electronic Bible, electronic Bible. ആമേൻ. Any form of version of Bible that you Open the have. verse. Electronic Bibles, open the. Don't show me the phone. Open the verse. ആമേൻ. ആ ഇലക്ട്രോണിക് ഫോമിലാണെങ്കിൽ അതിൽ ഈ വാക്യം എടുക്കുക. Yes. Yeah. Get out of your WhatsApp. ആമേൻ. വാട്സാപ്പിൽ നിന്നൊക്കെ ഒന്ന് മാറി. Open your verse. Do you really believe this is the word of God? ആമേൻ. യഥാർത്ഥമായ ഇത് ദൈവവചനം എന്ന് Do you really believe this is the word of God? ഇത് Would യഥാർത്ഥമായ you വചനമാണ്. lift your Bible up? ഇതൊന്ന് As if you really mean to say this. I'm talking to balcony also. ആമേൻ. ബാൽക്കണിയിൽ ഇരിക്കുന്നവരോട് Would you lift your Bible? നിങ്ങളുടെ ദൈവവചനം ഒന്ന് മുറുകെ പിടിക്കാൻ Say, കഴിയുമോ? I believe the word of God. ഞാൻ ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നു. What it say yes is yes. ആമേൻ. ഇത് ഊ എന്ന് പറയുന്നത് ഊ എന്നത്രേ. What it say no is no. ഇത് നോ എന്ന് പറയുന്നത് നോ തന്നെയാണ്. This word is eternally established. ഇത് നിത്യമായി സ്ഥാപിക്കപ്പെട്ട വചനമാണ്. God is not going to change it. ഇതിനെ ദൈവം മാറ്റം വരുത്തുന്നില്ല. Can I get a good amen? നല്ലൊരു ആമേൻ പറയാമോ? Yes. ആമേൻ. The Bible says, വചനം പറയുന്നു, if you do any of these things, ഈ പറയുന്ന കൂട്ടത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, I surely say you will not what? Inherit the kingdom of God. There are so many things in here which it's difficult for me to discuss everything. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. Let me tell you, friends, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. I can be a good pastor. നല്ലൊരു In ദൈവദാസനാവാൻ front of കഴിയും you. നിങ്ങളുടെ മുമ്പിൽ. You all can be good believers. ആമേൻ. നിങ്ങൾക്കും നല്ല വിശ്വാസികളായിരിക്കാൻ കഴിയും. God is not impressed of my words. ആമേൻ. എൻ്റെ വാക്കുകൾ പ്രസാദിക്കുന്നതല്ല ദൈവം. God knows who am I. ഞാൻ ആരായിരിക്കുന്നു എന്ന് ദൈവത്തിനറിയാം. God knows. ദൈവത്തിനറിയാം. I want to tell every youth, every young adult, every senior. ആമേൻ. ഇവിടെ ആയിരിക്കുന്ന യൗവനക്കാരോടും മുതിർന്നവരോടും ഞാൻ പറയട്ടെ. If we have an unrepenting heart, ആമേൻ, മാനസാന്തരമില്ലാത്ത ഒരു ഹൃദയമാണ് നമുക്കുള്ളത്. you know what? It will lead to unforgiveness. അത് ക്ഷമ ലഭിക്കാത്തവണ്ണം നമ്മളെ നയിക്കുവാനിടയാകും. We also will have an unforgiving heart. ആമേൻ, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു നിങ്ങൾ ഹൃദയവും ചിന്തിച്ചേ, ഉണ്ടാകും. ഞാൻ ഇച്ചിരി കൂടി ഒന്ന് നാടൻ മലയാളത്തിൽ പറയാം. And let me tell you clearly. അത് കുഴപ്പമില്ല, അവരൊക്കെ അവിടെ ഇരുന്നോട്ട്, നമുക്ക് സന്തോഷം. അതൊക്കെ പിള്ളേരൊക്കെ ബേളം ഉണ്ടാക്കണം, അമ്മയപ്പന്മാരുടെ കൂടെ പിള്ളേർ നിൽക്കണം, ബേളം ഉണ്ടാക്കണം, ഒരു കുഴപ്പമില്ല. ഫ്രീ, ഡോണ്ട് വറി. My voice is louder than that, right? Okay. ശ്രദ്ധിച്ചോന്ന്, Listen carefully. മാനസാന്തരമില്ലാത്ത ഹൃദയം,
unrepented heart. അങ്ങനെയുള്ള ഹൃദയത്തിൽ ഒരു പ്രശ്നമുണ്ട്, മറ്റുള്ളവരെ ക്ഷമിക്കത്തില്ല. I mean, there's a problem with that. Such kind of a heart, they cannot forgive others. ക്ഷമിക്കാൻ പറ്റത്തില്ല അവർക്ക്. They cannot forgive others കാരണം അവർക്ക് ഈ റിപ്പൻറ്റൻസ് ഇല്ല എപ്പോഴും. because they don't have repentance within them. ഇനി നിങ്ങൾ തന്നെ നോക്കിക്കേ, Just look around. ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരുത്തിനെ നോക്കിക്കേ, I mean, look at anyone who cannot forgive. അവൻ ദൈവസന്നിധിയിലും അങ്ങനെ തന്നെയാണ്. I mean, he will be the same in the presence of God as well. Friends, I want to tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. when you stand here, I mean, ഇവിടെ നിൽക്കുമ്പോൾ, you sing songs, I mean, നിങ്ങൾ ഇവിടെ നിന്ന് പാട്ട് പാടുന്നു, you play music, നിങ്ങൾ വാദ്യോപകരണങ്ങൾ വായിക്കുന്നു, we preach. നാം പ്രസംഗിക്കുന്നു. But if I don't have a relationship with my own brothers in church, even in team, then actually you are not singing for the Lord. There is a spirit inside you that has not forgiven your friends, and still you want to sing, and still you want to preach. ആമേൻ. കൂട്ടു സഹോദരങ്ങളോടോ ടീമിലുള്ള വ്യക്തികളോടോ നിങ്ങൾക്ക് ഒരു നല്ല ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദൈവത്തോടും അല്ല പാട്ട് പാടുന്നത്, നിങ്ങൾക്ക് ആ ഒരു റിപ്പന്റഡ് And I ഹാർട്ടും want ഇല്ല. to, all these singing teams and all these ministerial teams, I want to tell you something. ആമേൻ. ഇവിടെ പാട്ട് പാടുന്നവരോടും ഇവിടെ ശുശ്രൂഷിക്കുന്നവരോടും ഞാൻ പറയട്ടെ, If there is a day or week that you have an issue with some of your friends, and if you are not in a talking term, please do not sing. I can go without a singer that day. ആമേൻ. നിങ്ങൾ പാട്ട് പാടുന്ന ആഴ്ച, ആ ആഴ്ചയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോടോ കൂട്ടുകാരോടോ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആ ആഴ്ച പാടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. Me and Pastor Danny will come, clap hands, and we will say എന്താ അതിശയമേ. ആമേൻ. ഞങ്ങൾ ഇവിടെ വരും, ഞങ്ങൾ പാട്ട് പാടും, അതിലൊരു പ്രശ്നവുമില്ല. We don't have any problem. ആമേൻ. അതിലൊരു കുഴപ്പവുമില്ല. If you minister, പക്ഷെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നെങ്കിൽ forgive each other, ആമേൻ അന്യോന്യം ക്ഷമിക്കുക, repent, ആമേൻ മാനസാന്തരപ്പെടുക, and then minister. എന്നിട്ട് ശുശ്രൂഷിക്കുക. How many pastors and ministers and all those people I want to tell you, ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഓരോ ശുശ്രൂഷകരോടും എല്ലാവരോടും ഞാൻ if പറയട്ടെ, you are not in a talking term with someone, ആരോടെങ്കിലും വിദ്വേഷം വെച്ച് സംസാരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, no, it's not, God will not accept anything that you do. പിന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്താലും അത് ദൈവം സ്വീകരിക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. I love you all. ആമേൻ. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. Hello, ആമേൻ. I love you all. നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. Do you love me? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. What is the first sin? ഒന്നാമത്തെ പാപം എന്താണ്? What is the first sin that you see here? ആമേൻ. ഇവിടെ കാണുന്ന ഒന്നാമത്തെ പാപം എന്താണ്? Sexual immorality. It is as equally important for 13-year-old and a 90-year-old. ദുർനടപ്പ് അതൊരു 13 വയസ്സുകാരനും അതുപോലെ തന്നെ മുതിർന്ന ഒരു വ്യക്തിക്കും ഒരുപോലെ പ്രാധാന്യമുള്ളത്. ഓ, ഞങ്ങൾക്ക് ഇനിയിപ്പോ എന്തോ പാസ്റ്ററേ. What now for us, pastor? പണ്ടൊരു അച്ഛൻ പറഞ്ഞ പോലെ Amen. A priest said like this. 90-ാമത്തെ വയസ്സിൽ മരിച്ചു കഴിഞ്ഞിട്ട് 5 മിനിറ്റും കൂടി ഈ സംഭവം അവിടെ കാണും. Amen. After 90 years when you die, even after your death, for a few minutes you അതുകൊണ്ട് ആരും പറയണ്ട ഞങ്ങൾക്ക് ഈ പ്രശ്നമില്ലെന്ന്. Amen. So nobody can say that none of us have this issue. Now I want to let me take you to the first sin. Amen. ഒന്നാമത്തെ Because in പാപം. America this definition is different. Amen. അമേരിക്കയിൽ ഇതിന്റെ നിർവചനം വളരെ വ്യത്യസ്തമാണ്. Let's talk about sexual sins. Amen. ഈ ദുർനടപ്പിനെ കുറിച്ച് നമുക്ക് Sexual immorality. Amen. ലൈംഗികമായ ഈ പാപത്തെ Hey, കുറിച്ച്. are you all with me? Amen. നിങ്ങൾ എല്ലാവരും എന്നോട് കൂടെയുണ്ടോ? Are you all with me? I know people is going to share this a lot, but that's okay. They will hold this account against me, but I want to tell you, let us be very plain what Bible talks. Amen. വചനം എന്താണോ പറയുന്നത് അത് വ്യക്തമായി നമുക്കൊന്ന് സംസാരിക്കാം. 1 Corinthians 6:18. Let's read together. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6:18. What is that? Run. Come on everybody, let's read. Run from sexual sin. No other sin are so clearly affects the body as this one does. Oh, is that from Bible? അമേൻ. ഇത് വചനത്തിലുള്ളതാണോ? Yes. മലയാളത്തിൽ എങ്ങനെ അത്? ദുർനടപ്പ് വിട്ട് ഓടുവിൻ. ഓ, ദുർനടപ്പ് ഞാൻ നല്ലൊരു ഭാഷയായി പോയത്. It's not ദുർനടപ്പ്. ദുർനടപ്പ്, I don't know what he's saying in Malayalam and kind of things. It is sexual sin. ആമേൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ഏറ്റവും വലിയ, this is the highest level of sin that a person can do, because this sin is against your own body. ആമേൻ. ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപമാണിത്. കാരണം ഇത് നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന പാപമാണ്. And I want to tell you what
actually sexual sin is according to Bible. ദൈവവചനപ്രകാരം എന്താണ് ഈ ദുർനടപ്പ് എന്ന് ഞാൻ പറഞ്ഞു തരാം. I will put this list together. ആമേൻ. ഇത് ഞാൻ ഒരുമിച്ച് ചേർത്തൊന്ന് പറയട്ടെ. Okay. What are the sexual immoralities? എന്താണ് ഈ ദുർനടപ്പുകൾ? Number 1. ഒന്നാമതായി It is premarital sex. വിവാഹബന്ധത്തിന് മുമ്പേ ചെയ്യുന്ന ലൈംഗിക ബന്ധങ്ങൾ. Can you go to the next slide, please, Ryan? Yeah. Premarital sex. വിവാഹത്തിന് മുമ്പേ ഏർപ്പെടുന്ന ലൈംഗിക ബന്ധങ്ങൾ. What is that? എന്താണിത്? Anybody who is involved in physical relationship, sexual relationship before marriage. There is a word in Bible called fornication. Have you heard fornication? ആമേൻ. ഫോർണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ That's an കേട്ടിട്ടുണ്ടോ? old English language. അതൊരു പഴയ ഇംഗ്ലീഷിലെ ഒരു പദമാണ്. Today's language is premarital sex. ആമേൻ. ഇന്ന് അതിനെ വിവാഹ ബന്ധത്തിന് മുമ്പേ ഉള്ള ലൈംഗിക ബന്ധം When എന്ന് പറയും. you have a sexual relationship, a physical relationship with anybody before marriage, God hates. That is sexual sin. ആമേൻ. ലൈംഗിക പാപം എന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുമ്പേ ശാരീരികമായോ ലൈംഗികമായോ നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അത് ദൈവം വെറുക്കുന്ന ഒന്നാണ്. You will have boyfriends and girlfriends. നിങ്ങൾക്ക് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാകാം. But remember, there is a way of what God talks about. ആമേൻ. പക്ഷെ ദൈവം സംസാരിക്കുന്ന അല്ലെങ്കിൽ ദൈവം ഇടപെടുന്ന രീതികളുണ്ട്. My friendship is good ആമേൻ. എന്റെ സുഹൃത്ത് ബന്ധം നല്ലതാണ്. as long as I'm understanding. ആമേൻ. എനിക്ക് മനസ്സിലാക്കുന്ന രീതി. But you cannot cross the boundary where you are getting intimate with someone before marriage. That is sin. ആമേൻ. പാപം എന്താണെന്നോ നമ്മുടെ അതിരുകൾ വിട്ട് വിവാഹത്തിന് മുമ്പേ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. I was reading National Survey of Family Care. നാഷണൽ സർവേ ഓഫ് ഫാമിലി കെയർ അവരുടെ ഒരു സംഭവം ഞാൻ വായിക്കുകയായിരുന്നു. I didn't want that slide to be here ആമേൻ. ആ സ്ലൈഡ് ഇവിടെ കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. because you all will get frustrated. ആമേൻ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രസ്ട്രേറ്റ് ആവും. By the age of 44, 44-ാമത്തെ പ്രായത്തിൽ age of 44, 44 95% of Americans have already indulged in premarital sex. ആമേൻ. 95% അമേരിക്കക്കാരും വിവാഹ ബന്ധത്തിന് മുമ്പേ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. By the age of 30, 30-ാമത്തെ വയസ്സിൽ 80% of people have involved in premarital sex. ആമേൻ. 80% ആൾക്കാരും അവർ ഈ വിവാഹ ബന്ധത്തിന് മുമ്പുള്ള And ഈ you know ലൈംഗിക ബന്ധത്തിൽ what is the ഏർപ്പെട്ടിരിക്കുന്നു. worst thing? എന്താണ് ഇതിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളത്? By the age of 20, ആമേൻ. 20-ാമത്തെ വയസ്സെത്തുമ്പോഴേക്കും 60% of Americans are involved in premarital sex. അമേരിക്കയിലെ 60% ആൾക്കാരും ഇതിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. Between 20 and 40, definitely. ആമേൻ. 20-40 വയസ്സിനിടയിലുള്ളവർ തീർച്ചയായിട്ടും Bible calls it as sin. വചനം അതിനെ പാപം എന്ന് തന്നെ വിളിക്കുന്നു. Let me talk it loud. ഇത് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയട്ടെ. Doesn't matter, I may get wrong, Pastor Danny may get wrong, my counsel, family, anybody gets wrong, but Bible is not wrong. Bible is right. ആമേൻ. എനിക്ക് തെറ്റിപ്പോകാം, പാസ്റ്റർ ഡാനിക്ക് തെറ്റിപ്പോകാം, കൗൺസിലിന് തെറ്റിപ്പോകാം, ആർക്കും തെറ്റിപ്പോകാം, പക്ഷേ വചനത്തിന് ഒരു തെറ്റും വരുന്നില്ല. Parents, I want to tell you something. മാതാപിതാക്കളോട് ഞാൻ ഇപ്രകാരം What വിളിച്ചു was പറയട്ടെ. stunning and shocking, ഞാൻ ഇത് വായിച്ചപ്പോൾ ഞെട്ടിപ്പോകാനിടയായി. most of the premarital sex have gone as an abuse. ആമേൻ. പലപ്പോഴും ഈ പ്രീമാരിറ്റൽ സെക്സ് ഒരു അബ്യൂസ് ആയി മാറിയിരിക്കുകയാണ്. You know how the major abuses happen? ആമേൻ. ഏറ്റവും കൂടുതൽ അബ്യൂസ് എങ്ങനെയാണ് നടക്കുന്നത്? Sleepovers. ആമേൻ. സ്ലീപ്പ് ഓവറുകളിലാണ്. Good luck with all these sleepovers. ആമേൻ. സ്ലീപ്പ് ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. Parents, if your kids are like 7 and 8, please do not trust anybody. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ 7-8 വയസ്സ് പ്രായമാണെങ്കിൽ ആരെയും വിശ്വസിക്കരുത്. 3-year-old, 4-year-old, this world is full of wolves. ആമേൻ. ഈ ലോകം മുഴുവൻ ചെന്നായ്ക്കളായി നിറഞ്ഞിരിക്കുകയാണ്. Full of wolves. ആമേൻ. ചെന്നായ്ക്കളാണ് ചുറ്റും. Please save your kids, they don't know. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, Do അവർക്കറിയില്ല. not send them to any houses Amen. without you going there. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഒരു ഭവനത്തിലും അയക്കരുത്. Hundreds of stories. ആമേൻ. 100-കണക്കിന് ചരിത്രമുണ്ട്. Family members of abuse. ആമേൻ. കുടുംബാംഗങ്ങൾ തന്നെയാണ് You അബ്യൂസ് don't know ചെയ്യുന്നത്. where you are sending her. It can be earlier it used to be girl. Whether it's boy or girl, ആമേൻ. same thing.
പണ്ട് കാലങ്ങളിൽ അത് പെൺകുട്ടികളോട് മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു As long വ്യത്യാസവുമില്ല. as they don't come to a point where they can react, ആമേൻ. അവർക്ക് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രായം എത്രത്തോളം. save them. ആമേൻ. അവരെ സൂക്ഷിക്കുക. Save them. സൂക്ഷിക്കുക. When some visitor comes to your ആമേൻ. house, നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുമ്പോൾ that's okay. Save them. ആമേൻ സൂക്ഷിക്കുക. Even relatives, ബന്ധുമിത്രാദികളായിക്കോട്ടെ save them. സൂക്ഷിക്കുക. Please do not trust anybody. ആരെയും വിശ്വസിക്കരുത്. Trust God. ദൈവത്തിൽ ആശ്രയിക്കുക. God has given kids to you. ദൈവം നിങ്ങളുടെ കരങ്ങളിലാണ് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളത്. You have responsibility. നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. Do not trust anybody. ആരെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആമേൻ. You don't know where you are sending. ആമേൻ. നിങ്ങൾക്കറിയത്തില്ല നിങ്ങൾ എവിടേക്കാണ് In നയിക്കുന്നത്. church, they may be very good, ആമേൻ. സഭയിൽ അവർ വളരെ നല്ലതായിരിക്കും, very decent. വളരെ ഡീസന്റ് ആയിരിക്കും. But I've seen so many psychopaths ആമേൻ. ഒരുപാട് സൈക്കോപാത്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. who are very good like this. ആമേൻ. ഇപ്രകാരം പുറമെ കാണാൻ വളരെ നല്ലതായിരിക്കും. സ്തോത്രം. They may be sleeping silently. ആമേൻ. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതുണ്ട്. They don't know. You don't know. നമുക്കൊരിക്കലും അറിയത്തില്ലായിരിക്കും. When this ravenous wolf is going to come and engulf your children. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിഴുങ്ങത്തക്കവണ്ണം ഈ ചെന്നായി എപ്പോഴാ ഉണർന്നു വരുന്നതെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. Am I talking to my church? ആമേൻ. എൻ്റെ സഭയോട് ഞാനിത് സംസാരിക്കട്ടെ. Friends, who else will educate you with this? ആമേൻ. മറ്റാരായിരിക്കും ഇവിടെ വന്ന് ഇത് പറയേണ്ടത്? Can I get some good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? Kids may not like this sleep when you refuse. ആമേൻ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും സ്ലീപ്പ് ഓവറിന് പോകണ്ടെന്ന് പറയുമ്പോൾ. They will not like it. ആമേൻ. അവർക്ക് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. won't. അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. But when you send to sleep over, make sure you are responsible. You know where they are going, what they are doing, who is there to take care. നിങ്ങൾ ഉത്തരവാദിത്തോടെ കൂടെ അവർ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക. Second, sexual immorality. രണ്ടാമത്തെ ദുർനടപ്പ്, Adultery. ആമേൻ. അത് There's a adultery. difference between fornication and adultery. ആമേൻ. ഫോർണിക്കേഷനും ഈ ദുർനടപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. Fornication, sex before marriage. ഒന്നാമത് നാം ചിന്തിച്ചത് അത് വിവാഹ ബന്ധത്തിന് മുമ്പേ ഉള്ള ലൈംഗിക ബന്ധങ്ങൾ. Adultery, sex outside ഈ marriage. രണ്ടാമത്തെ ദുർനടപ്പ് ഇത് വിവാഹ ബന്ധത്തിന് പുറത്ത്. Sexual sin, immorality. ആമേൻ. ഇതും ഒരു ലൈംഗിക പാപമാണ്. Pornography. ആമേൻ. pornography. Seeing others' nakedness. ആമേൻ. മറ്റുള്ളവരുടെ നഗ്നത കാണുക. അത് ശരിക്കും ഞരമ്പ് രോഗം തന്നെയാ. It's an issue of the nerve. Want to see others naked. ആമേൻ. മറ്റുള്ളവരുടെ നഗ്നത കാണുക. That is a spirit. ആമേൻ. അതൊരു ആത്മാവാണ്. You don't have control sometimes. You will see some things, but roll it over. Don't entertain. As you start entertaining that one post, 100 other posts will come to you. ആമേൻ. ചിലപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ കൺമുമ്പിൽ വരാം, പക്ഷെ അപ്പോൾ തന്നെ വിട്ടുകളയുക. ഒരെണ്ണത്തെ നാം താലോലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ കുറേ വന്നുകൊണ്ടിരിക്കും. Homosexuality. ആമേൻ. അടുത്തതായി No matter how soft you want to make in America, homosexuality is sin. ഈ രാജ്യത്ത് ഇതിനെ എത്ര നമ്മൾ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാലും അതൊരു പാപം തന്നെയാണ്. Bible calls it sin, I call it sin. ആമേൻ. വചനം അതിനെ പാപം എന്ന് വിളിക്കുന്നു, ഞാനും അതിനെ പാപം എന്ന് വിളിക്കുന്നു. And whether this church agrees or not, if you agree, say amen. ആമേൻ. നിങ്ങൾ ഏറ്റാലും ഇല്ലെങ്കിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ആമേൻ And പറയുക. if you don't agree, repent. ആമേൻ. നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ ഒരു മനസ്താപം ഉണ്ടാകുക. Incest. ആമേൻ. ഇൻസെസ്റ്റ്. This might be a new word to people. ആമേൻ. ഇത് നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. Incest means sexual immorality happening between siblings, cousins. You say, what? Will that happen? Well, that happens. ആമേൻ. സഹോദരങ്ങൾ തമ്മിലും കസിൻസ് തമ്മിലുള്ള ഒരു ലൈംഗിക ചിന്തയാണ് ഇൻസെസ്റ്റ്. Incest. Amen. Sexual immorality. അതും ഒരു ദുർനടപ്പാണ്. Prostitution. പ്രോസ്റ്റിറ്റ്യൂഷൻ. When you sell your body, ആമേൻ. നമ്മുടെ ശരീരം വ്യഭിചാരത്തിന് കൊടുക്കുമ്പോൾ, earlier it used to be only women. ആമേൻ, നേരത്തെ ഇത് സ്ത്രീകൾ മാത്രമേ ഉള്ളായിരുന്നു. Now we have men too. ഇപ്പോൾ പുരുഷന്മാരുമുണ്ട്. Prostitution is sin. വ്യഭിചാരം പാപമാണ്. ഹല്ലേലൂയ. Church, പ്രിയ മക്കളെ, can I get your loving face, smiling face to me? Amen. Don't scare me. നിങ്ങളുടെ സ്നേഹമുള്ള മുഖം എനിക്കൊന്ന് കാണുവാൻ കഴിയുമോ? Let me remind you, I love you. That's why I'm just preaching this നിങ്ങളെ to you. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് വ്യക്തമായി വിളിച്ചു പറയുന്നത്. And one of the last is exposing your own nakedness. ആമേൻ. നിങ്ങളുടെ തന്നെ നഗ്നത പ്രദർശിപ്പിക്കുന്നത്. ഹല്ലേലൂയ. Man, you go to beach. Why you want to show everybody you are going to beach? ആമേൻ. നിങ്ങൾ ബീച്ചിൽ പോക്കോ, പക്ഷേ എന്തിനാണ് മറ്റുള്ളവരെ കാണിക്കുന്നത്? Huh? You go to beach. നിങ്ങൾ ബീച്ചിൽ പോക്കോ. Why we want to see your bikinis? ആമേൻ. Huh? Why the world have to see
What is your size? ആമേൻ. നിങ്ങളുടെ സൈസ് I'm sorry to say this. ആമേൻ. ഹല്ലേലൂയ. Church, you are the bride of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാണ് സഭ. You are the bride of Jesus Christ. ആമേൻ. കർത്താവിന്റെ മണവാട്ടിയാണ്. World doesn't need to know what size you wear. ആമേൻ. നിങ്ങളുടെ സൈസ് എന്താണെന്ന് ലോകം അറിയേണ്ട ആവശ്യമില്ല. That should be pure, sacred before the Lord. അത് ദൈവത്തിന്റെ മുമ്പിൽ അത് വളരെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. Your body is the temple of God. ആമേൻ. ഈ ശരീരം ദൈവത്തിന്റെ Your മന്ദിരമാണ്. body is the temple of God. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. Keep it covered. ആമേൻ. അതിനെ മറച്ചു വെക്കുക. ഹല്ലേലൂയ. World does not have to see your nakedness. നിങ്ങളുടെ നഗ്നത ലോകത്തിന് പ്രദർശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. സ്തോത്രം. I'm sorry when I have to say this. പക്ഷേ ഇത് വ്യക്തമായി പറഞ്ഞേ തീരൂ. Remember that you may be very decent in church, സഭയിൽ വളരെ ഡീസന്റ് ആയിരിക്കും. but those people who have seen you in picnics, ആമേൻ. നിങ്ങളുടെ അടിവസ്ത്രത്തിൽ കണ്ടിട്ടുള്ളവർ when you come and preach here, നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് when പ്രസംഗിക്കുമ്പോൾ, you come and sing here, ഇവിടെ വന്ന് പാട്ട് പാടുമ്പോൾ, they are not seeing you on salwar suit. ആമേൻ, നിങ്ങൾ ഇട്ടിരിക്കുന്ന ചുരിദാറിലല്ല കാണുന്നത്. They are seeing you in picnics. ആമേൻ, നിങ്ങളുടെ അടിവസ്ത്രത്തിലാണ് കാണുന്നത്. Can you repent and be pure in the presence of the Lord? ആമേൻ. ഒന്ന് മാനസാന്തരപ്പെട്ട് നിർമ്മലമായി ദൈവസന്നിധിയിലാകാൻ കഴിയുമോ? This is the church of Jesus ഇത് Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ Church സഭയാകുന്നു. of Jesus Christ is pure. ആമേൻ. ദൈവത്തിന്റെ സഭ നിർമ്മലമാണ്. Church of Jesus Christ is sanctified. ആമേൻ. ദൈവിക സഭ Sanctified by the blood of Jesus അത് Christ. കർത്താവിന്റെ പുണ്യാഹ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. Hello. ആമേൻ. Somebody have to voice this, right? ആമേൻ. ഇത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു And തീരും. I want to tell you, church, ആമേൻ. സഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, by doing this, ഇത് ചെയ്യുന്നതോടുകൂടി you are playing with your eternity. ആമേൻ, നിങ്ങളുടെ നിത്യതയുമായാണ് നിങ്ങൾ കളിക്കുന്നത്. Well, you may ask, well, that's not my problem. ആമേൻ. നിങ്ങൾ പറയുമായിരിക്കും ഇതെന്റെ പ്രശ്നമല്ല, It's your problem. അത് നിങ്ങളുടെ പ്രശ്നമാണ്. I am not doing that. ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ. I will come to that later. അതിലേക്ക് ഞാൻ മടങ്ങി വരാം. We'll discuss that too. ആമേൻ. അതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. Okay, let's go with one important thing here. ആമേൻ. പ്രാധാന്യമുള്ള ഒരു വസ്തുത. Matthew 5:28. മത്തായിയുടെ സുവിശേഷം 5:28. Let's read this. ചേർന്ന് നമുക്ക് വായിക്കാം. Matthew 5:28. Let's read this. But I tell you that anyone who looks at a woman, what's that? Lustfully has already what did I do? Just I looked. നോക്കിയത് മാത്രമേ ഉള്ളല്ലോ. And what God says? എന്താണ് ദൈവം പറയുന്നത്? But Jesus Christ said. This is the word of not Paul, not Peter. ഇത് പൗലോസ് പത്രോസിന്റെ വാക്കല്ല. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് കൊടുക്കാം അവർക്ക്. ആമേൻ. Whose words are this? ഇത് ആരുടെ വാക്കുകളാണ്? Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. And he says, if you just look, നിങ്ങൾ come on, the നോക്കിയാൽ, word look നോക്കിയാൽ at a woman ഒരു സ്ത്രീയെ നോക്കിയാൽ, lustfully, അത് മോഹത്തോടുകൂടി you have already committed. What? You have? വ്യഭിചാരം Well, ചെയ്തിരിക്കുന്നു. We didn't do anything physical. അമ്മേ, ശാരീരികമായി ഒന്നും ചെയ്തില്ല, I didn't touch. ഞാൻ സ്പർശിച്ചു പോലുമില്ല. But Bible calls you already committed adultery. വചനം വ്യക്തമായി പറയുന്നു, നാം വ്യഭിചാരം ചെയ്തിരിക്കുന്നു. Friends, these are the Bible verses sometimes we need to read again and അമ്മേ, again. ചിലപ്പോഴൊക്കെ നാം വീണ്ടും വീണ്ടും വായിക്കേണ്ട വചനങ്ങളാണ് ഇതൊക്കെ. And if you're happy, say amen to this. സന്തോഷമുള്ളവർ സന്തോഷം. Amen. ആമേൻ. Well, it's looking woman. ആമേൻ. ഇതൊരു സ്ത്രീയെ നോക്കുന്നതല്ലയോ. We look men. ആമേൻ. പുരുഷന്മാരെ കുഴപ്പമില്ലായിരിക്കും. Hey, ആമേൻ. lustfully, if I'm looking on a woman, and if a woman want to present herself to be looked as lustful, that is equally sin. ആമേൻ. ഞാനൊരു സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നത് പോലെ തന്നെയാണ് ആ സ്ത്രീ സ്വയമേ എന്നെ മോഹത്തോടെ നോക്കുവാൻ വേണ്ടി പ്രദർശിപ്പിക്കുമ്പോഴും അതും പാപമാണ്. Well, why are you showing the parts of your body? എന്തിനാണ് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നത്? Is that not coming out of lust? അത് ഈ ലസ്റ്റിൽ നിന്ന് വരുന്നതല്ലയോ? Is that not coming out of lust? ജഡത്തിൽ നിന്ന് വരുന്നതല്ലയോ? Absolutely. തീർച്ചയായിട്ടും It's coming out of lust. അത് തീർച്ചയായിട്ടും ആ ജഡീക ചിന്തയിൽ To നിന്ന് look വരുന്നതാണ്. lustfully and to be looked like lustfully, both are sin. മോഹത്തോടെ നോക്കുന്നതും മോഹിക്കാൻ വേണ്ടി കാണിക്കുന്നതും ഒരുപോലെ പാപമാണ്. Let me tell you one thing. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ. Sex is not unspiritual thing. ആമേ, ലൈംഗികം അത് അനാത്മികമായ It വസ്തുതയല്ല, is very much spiritual. അത് ആത്മീകമായ വസ്തുതയാണ്. Sexual relationship
physical relationship is sacred and is spiritual. ആമേൻ. ലൈംഗിക ബന്ധം, ആ ശാരീരിക ബന്ധം, അത് ആത്മീകം തന്നെയാണ്. As long as it is in the covenant. ആമേൻ. അത് ഉടമ്പടിക്കകത്ത് ആയിരിക്കുന്നതോളം. We all have fireplace in our house, right? നമ്മുടെ ഭവനത്തിലെല്ലാം ഫയർ പ്ലേസ് ഉണ്ടല്ലോ. Fire is good as long as it is inside the fireplace. ആ ചിമ്മിനിക്കകത്ത്, ആ ഫയർ പ്ലേസിനകത്ത് ആ തീ ഉള്ളിടത്തോളം നല്ലതാണ്. As soon as this fire comes to living room, ആമേൻ. അത് ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ dangerous. അപ്പോൾ അത് ഭയാനകമാണ്. Sex is good as long as it remains inside the covenant. ആമേൻ. ഉടമ്പടിക്കകത്തുള്ള ലൈംഗിക ബന്ധം വളരെ നല്ലതാണ്. Covenant of marriage. ആമേൻ. അത് വിവാഹത്തിന്റെ ഉടമ്പടിക്കകത്ത്. Outside that, അതിന്റെ പുറത്ത് it is wild fire. ആമേൻ. അത് കാട്ടുതീയാണ്. It will kill you. അത് നിങ്ങളെയും കൊല്ലും. It will kill your family. അത് നിങ്ങളുടെ കുടുംബത്തെ It കൊല്ലും. will kill your children. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലും. It will kill your church. അത് നിങ്ങളുടെ സഭയെയും നശിപ്പിക്കും. ഹല്ലേലൂയ. Let's take a deep breath. നല്ലൊരു ശ്വാസം എടുക്കാൻ കഴിയുമോ? Take a deep breath one more time. ഒരിക്കൽ കൂടി നല്ലോണം ശ്വസിക്കാൻ കഴിയുമോ? You good? ആമേൻ. Okay. Hebrew 13:4. ഹെബ്രായ ലേഖനം 13:4. That's connected to marriage. See, marriage should be honored by all. And the marriage bed, that's a good language. Marriage bed, kept pure. For God comes, that's important. For God might, ആമേൻ. may, if, but ആമേൻ. God Will. will judge the adulterer and all the God Amen. will judge. It's not about if, but, may, might. സാധ്യത ഇല്ല എന്നുള്ള സംഭവമൊന്നുമല്ല. 100% മലയാളത്തിൽ വായിച്ചതെന്ന്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ആമേൻ. ദുർനടപ്പുകാരെയും വ്യഭിചാരെയും ദൈവം വിധിക്കും. Church, ദൈവമക്കളെ, let's be respectful towards the word of God. ദൈവവചനത്തോട് നമുക്ക് ആ ബഹുമാനം കാണിക്കാം. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാൻ കഴിയുമോ? Some sexual sins in Bible and its consequences. ആമേൻ. ബൈബിളിൽ നമുക്ക് കാണുന്ന ചില ലൈംഗിക പാപങ്ങളും അതിന്റെ ചില ഫലങ്ങളും നമുക്ക് നോക്കാം. Number 1, David and Bathsheba. ഒന്നാമതായി ദാവീദും ബത്ശേബയും. We know this, right? നമുക്ക് നല്ലോണം അറിയാലോ. David one day went for a walk. ദാവീദ് ഒരിക്കൽ നടക്കുവാൻ ഒന്ന് പോയി. ടെറസിലായിരുന്നു. ആമേൻ. he was on the balcony. He didn't have iPhone that day. അവൻ ആ സമയത്ത് ഐഫോൺ ഒന്നും ഇല്ലായിരുന്നു. He didn't have any reels or anything. അന്ന് റീൽ ഒന്നും ഇല്ലായിരുന്നു. അന്നെല്ലാം natural reels ആണ്. all natural reels. And he is seeing a beautiful lady taking shower. സുന്ദരിവതിയായ ഒരു സ്ത്രീ ഇതാ കുളിക്കുന്നത് കാണുന്നു. And he first look was okay. ആമേൻ. ഒന്നാം Because you didn't know and you just saw it. ആമേൻ. അബദ്ധവശാൽ കണ്ടതാണ് ആദ്യം. Then he started looking again. അത് നോക്കിക്കൊണ്ടേ ഇരിക്കുവാൻ And then ഇടയായി. he continued to look. എന്നിട്ട് പിന്നെയും നോക്കി. And he started making plans. ആമേൻ. പിന്നെ തീരുമാനങ്ങൾ എടുത്തു. Man, ആമേൻ. I need to get this. ആമേൻ. എനിക്കിത് തീർച്ചയായിട്ടും In his അവകാശമാക്കണം. plan, he devised plan, and he came to know that she is married. ആമേൻ. തനിക്ക് മനസ്സിലായി ഇത് വിവാഹിതയായ ഒരു സ്ത്രീയാണെന്ന്. And he made plots to kill her husband ഭർത്താവിനെ കൊല്ലുവാൻ തക്കവണ്ണം തീരുമാനങ്ങൾ എടുക്കുവാനിടയായി. and get that lady. എന്നിട്ട് ആ സ്ത്രീയെ കൈവശമാക്കുവാൻ. What happened? എന്താണ് സംഭവിച്ചത്? His sin was lusting. ആമേൻ. തന്റെ പാപം ഇതാ ആ ജഡത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. That went to adultery. അത് വ്യഭിചാരത്തിലേക്ക് വന്നു. And then he started covering up. എന്നിട്ട് പിന്നെ അത് മറച്ചു വെച്ചു. He found that she is pregnant now. ആമേൻ. ഇപ്പോൾ ഇതാ ഗർഭിണിയായെന്ന് മനസ്സിലായി. Because there was no other medicine, I don't think. ആമേൻ. അന്ന് വേറെ മരുന്നുകളൊന്നുമില്ല. ഇപ്പം മെഡിസിൻ എല്ലാം ഇല്ലോട്ടല്ലോ. അന്ന് അതും ഇല്ലായിരുന്നു. ആമേൻ. Today we have medicines, but Right? back then She it was got difficult. pregnant. ആമേൻ. ഇതാ ഗർഭിണിയാവാനിടയായി. Now what to do? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവിനെ അടിക്കാൻ വേണ്ടി ഒരു പരിപാടി ചെയ്തു. ആമേൻ. decided to kill the husband. He bought this guy, poor guy, her husband, and made him to be on the front line of the warfare. ആമേൻ. യുദ്ധത്തിന്റെ ഏറ്റവും മുൻനിരയിൽ ഭർത്താവിനെ നിർത്തുവാനിടയായി. He got killed. അവിടെ മരിക്കുവാനിടയായി. And see, then David had compassion. എന്നിട്ട് ദാവീദിന് ഇതാ ഒരു സ്നേഹം What കാണിച്ചു. can I called all his people. ആമേൻ. ജനത്തെ എല്ലാം വിളിച്ചു. What can I do for you? ആമേൻ. എന്ത് ഞാൻ ചെയ്യണം? Can I marry you? ഞാനൊന്ന് വിവാഹം കഴിച്ചോട്ടെ? Already പരിപാടി എല്ലാം കഴിഞ്ഞിട്ടിരിക്കുക. ആമേൻ. Yes, already done everything. I want to tell you how people cover up.
ആമേൻ. ജനം എങ്ങനെയാണ് ഇതിനെ മറച്ചു വെക്കുന്നത് ഞാൻ പറയട്ടെ. Lust will take you, will lead you to sin and finally end you up as a murderer. ആമേൻ. ഈ ഒരു ജഡത്തിന്റെ ചിന്ത പാപത്തിലേക്ക് നയിക്കുകയും അവസാനം മരണത്തിലേക്കും നയിക്കും. Second example. രണ്ടാമത്തെ ഉദാഹരണം ഇതാണ്. Samson and Delilah. ആമേൻ. ശിംശോനെയും ദലീലയെയും നമുക്കറിയാം. Right? This guy had a love at first sight. ആമേൻ. ആദ്യ നോട്ടത്തിൽ തന്നെ സ്നേഹം വരുവാനിടയായി. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. Great love. And then he had sexual sin. ലൈംഗിക പാപം ചെയ്യുവാനിടയായി. What happened? എന്താണ് സംഭവിച്ചത്? He lost his anointing. ആമേൻ. തന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു. Lost his strength. ശക്തി Lost നഷ്ടപ്പെടുവാനിടയായി. his eyesight. ആമേൻ. ദർശനം നഷ്ടപ്പെട്ടു. Lost his freedom. ആമേൻ. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. Lost the purpose. ആമേൻ. ഉദ്ദേശവും നഷ്ടപ്പെടുവാനിടയായി. In New Testament, പുതിയ നിയമത്തിൽ there is a church, ആമേൻ, ഒരു സഭയുണ്ട്. the biggest and the powerful church. ആമേൻ. വലുതും ഏറ്റവും ശക്തിയുള്ള ഒരു സഭയാണ്. What church is that? ഏത് സഭയാണ്? Corinth. ആമേൻ. കൊരിന്ത്യൻ സഭയാണ്. Okay, what happened in Corinth? എന്താണ് കൊരിന്ത്യ സഭയ്ക്ക് സംഭവിച്ചത്? Oh, 1 Corinthians chapter 5, it says that 1 കൊരിന്ത്യർ 5 ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. they had sins like nowhere else. ആമേൻ. മറ്റെങ്ങും കാണാത്ത പാപമായിരുന്നു ഉള്ളത്. അപ്പന്റെ ഭാര്യയെ വരെ ആമേൻ. റിലേഷൻഷിപ്പിനകത്ത് കൊണ്ടുവന്ന ആൾക്കാർ. ആമേൻ. മേ ബി സെക്കൻഡ് മാരേജ് ആയിരിക്കും കേട്ടോ. I'm just assuming. അത്രയ്ക്കും നികർഷമായ ആരുമില്ലല്ലോ. ഇവിടെ ആരാധനയങ്ങൾ ചെങ്കലകട്ടും കെട്ടുകളയും ആരാധനയങ്ങൾ ഭയങ്കര പാട്ടും. They were singing so loudly. പിന്നെ ചെങ്കലകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. They were breaking chains. And then Paul is saying, what are you doing? ആമേൻ. പൗലോസ് ചോദിച്ചു, നിങ്ങൾ എന്താണ് How ചെയ്യുന്നത്? you tolerate this spirit in your church? ഈ ഒരു ആത്മാവിനെ എങ്ങനെ നിങ്ങൾ സഭയിൽ വെക്കുന്നു? How you tolerate this thing in your church? ഈ സഭയിൽ എങ്ങനെ നിങ്ങൾ ഇതിനെ നേരിടുന്നു? And nobody is talking. ഇതിനെക്കുറിച്ച് ആരും Paul says, സംസാരിക്കുന്നില്ല. I talk against you. ഇതിനെ എതിരെ ഞാൻ സംസാരിക്കുന്നു. And then consequence is this. അതിന്റെ പരിണത ഫലം If ഇതായിരുന്നു. one person does this, ഒരു വ്യക്തി അത് ചെയ്യുമ്പോൾ Paul says, പൗലോസ് a പറയുകയാണ്, little leaven leavens the whole lump. ആമേൻ, അല്പം പുളിപ്പ് ആ മാവിനെ മൊത്തം പുളിപ്പിക്കുന്നു. These are dangerous. ആമേൻ. ഇത് എല്ലാം ഭയാനകമാണ്. Church, we should think this as very serious. ഇത് വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ടതാണ്. Modesty is very important. ആമേൻ. മോഡസ്റ്റി നല്ലതാണ്. Modesty is very important. വളരെ 1 പ്രാധാന്യമുള്ളതാണ്. Timothy chapter 2 verse 9 and 10, and everybody should read this. ആമേൻ. 1 തിമോത്തിയോസ് 2 അധ്യായം 9-10 വാക്യങ്ങൾ. And now it goes for men and women both. ആമേൻ. ഇന്ന് ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെയാണ്. Women should adorn themselves in what? In what? Respectful apparel. What does that mean? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? When you wear a dress, നിങ്ങൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ it should be respectful. അതിന് And മാന്യതയുള്ളതായിരിക്കണം. not just women. അത് Men സ്ത്രീക്കും also. പുരുഷന്മാർക്കും അതുപോലെ തന്നെയാണ്. Remember this. It should be respectful. ആമേൻ. അത് മാന്യതയുള്ളതായിരിക്കണം. Think about it. You have to stand in front of your dad. ആമേൻ. നിങ്ങളുടെ പിതാവിന്റെ മുമ്പിൽ നിങ്ങൾ You have to നിൽക്കണ്ടേ? stand in front of your grandfather. ആമേൻ. നിങ്ങളുടെ പിതാവിന്റെ മുമ്പിൽ നിൽക്കണ്ടേ? How would you do that? ആമേൻ. എപ്രകാരം നിങ്ങൾ അത് ചെയ്യും? Be respectful about your dressing. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നിങ്ങൾ മാന്യതയുള്ളവരായിരിക്കും. And what the Bible says? With modesty and what? Self-control. With what is proper for women who profess godliness with good works. That means any woman who is godly woman will not dress herself disrespectfully. ആമേൻ. ഏതൊരു ദൈവികതയുള്ള ഒരു ദൈവ പൈതലും ഇതാ മോശമായ വസ്ത്രം ധരിക്കുകയില്ല. Church, these are the most important. Make sure that we are not becoming a stumbling block to anybody. ആമേൻ. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആർക്കും ഒരു ഇടർച്ചയായി നാം മാറരുത്. Now, this is the most important thing. ഏറ്റവും പ്രാധാന്യമുള്ള വസ്തുത Hebrews 10:26 and 27. ആമേൻ. ഹെബ്രായർക്കെഴുതിയ ലേഖനം 10:26-27. And we all need to read this. നാം ഒരുപോലെ ചേർന്ന് വായിക്കേണ്ടതാണ്. Come on, let's read it. For if we go on sinning deliberately after receiving the knowledge of truth, ആമേൻ. there no longer remain a sacrifice for sin, but a fearful expectation of judgment and a fury of fire that will consume the adversaries. ആമേൻ. Now you know the knowledge. ആമേൻ. ഇപ്പോൾ നിങ്ങൾക്ക് അറിവ് ലഭിച്ചു. Now you know everything. ഇപ്പോൾ നിങ്ങൾക്ക് സകലതും മനസ്സിലായി. Even after this, ഇത് മനസ്സിലാക്കിയതിനു if ശേഷം you deliberately want to do ഇനി it, മനഃപൂർവ്വമായി പാപം ചെയ്താൽ good luck. ആമേൻ.
I'm glad that some of you are sleeping well. ഞാൻ ചിലർ നല്ലോണം ഉറങ്ങുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Like Pastor Roy Markar said, don't snore. ആമേൻ. റോയ് പാസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു Let the other guy also sleep well. ആമേൻ. അടുത്തിരിക്കുന്നവർ നല്ലോണം ഒന്ന് ഉറങ്ങിക്കോട്ടെ. But I want to close with this. പക്ഷേ ഇത് പറഞ്ഞ് ഒന്ന് അവസാനിപ്പിക്കട്ടെ. 1 John 1:9. 1 യോഹന്നാൻ 1:9. Let's read it together. ചേർന്ന് നമുക്കൊന്ന് വായിക്കാൻ കഴിയുമോ? If we confess our sins, He is faithful and just to forgive us and to cleanse us from all unrighteousness. Can we say it one more time? If we confess our sins, He is faithful and just to forgive us and to cleanse us from all. മലയാളത്തിൽ നിന്ന് വായിച്ചു തന്നാ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ ശുദ്ധീകരിക്കത്തക്കോണം. വിശ്വസ്തനും നീതിമാനുമാകുന്നു. Can I call this church? ആമേൻ. ഈ സഭയോട് ഞാനൊന്ന് I know nobody is perfect here. I'm not perfect. You are not perfect. ഇവിടെ ആരും പൂർണ്ണരല്ല, ഞാനും പൂർണ്ണനല്ല, നമ്മൾ ഒരുത്തരുമല്ല. Can we ask God പക്ഷെ നമുക്ക് ദൈവത്തോടും ചോദിക്കാമോ to forgive us? നമ്മൾ ക്ഷമിക്കും. I don't want this church to lose any single person to lose their eternity. ആമേൻ. ഈ സഭയിലുള്ള ഒരു വ്യക്തികൾ പോലും നിത്യത നഷ്ടമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. We are not going to have communion today, ഇന്ന് നമുക്ക് തിരുമേശ ഉണ്ടാകുന്നില്ല. but let's commit ourselves. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തിയേൽപ്പിക്കാം. Every eyes to be closed. എല്ലാ കണ്ണുകളും ഒന്ന് അടഞ്ഞിരിക്കട്ടെ. And everybody who think that God's Spirit has spoken to you, it's not about sexual immorality, but anything that we need to repent, unforgiveness, jealousy, any kind of things, grudges that we are holding, if we feel like anything, it can be anything, can we submit ourselves? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം തരുകയാണ്. Please do not leave this place without repentance. എന്തെങ്കിലും ഏറ്റുപറയേണ്ടതുണ്ടെങ്കിൽ ഇന്നൊരു മാനസാന്തരമില്ലാതെ ഇവിടുന്ന് കടന്നു പോകരുത്. How many of you would love to do that? എത്ര പേർക്ക് അത് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്? Would you lift your hands? ആ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് Will you ഉയർത്തുവാൻ stand കഴിയുമോ? with me today? ആമേൻ. എന്നോടൊപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുമോ? Let's commit ourselves. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് This is the beauty of this church. ഈ സഭയുടെ മനോഹാരിതയും ഇതാണ്. You respond to the word. ആമേൻ. ദൈവവചനത്തോടൊന്ന് Can പ്രതികരിക്കുക. we lift holy hands? നമ്മുടെ വിശുദ്ധ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്തുവാൻ And let's കഴിയുമോ? commit ourselves in the നമുക്ക് hands of നമ്മളെ God. തന്നെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു Let's കൊടുക്കാം. commit ourselves in